ഒരാൾക്ക് ഒരു ഭക്ഷണവും കിട്ടാതെ മരിച്ചു പോകുന്നുള്ളൊരു ഘട്ടത്തിൽ ഒരു മനുഷ്യനെ തിന്നാൻ നമുക്ക് മനസ്സിലാക്കാം, ജീവൻ കിടക്കാനാണെന്ന് മനസ്സിലാക്കാം. കണ്ണൂര് CPM-കാര് BJP-ക്കാരുടെയും BJP-ക്കാര് CPM-കാരുടെയും പച്ചമാംസം എന്തിനാ വെട്ടി നുറുക്കിയത്? തിന്നാനാ? കമ്മ്യൂണിസ്റ്റുകാർ പട്ടിണി കിടന്നിട്ടാ? അല്ല. കോൺഗ്രസ്സുകാർ പട്ടിണി കിടന്നിട്ടാ? അല്ല. BJP-യും RSS-ഉം പട്ടിണി കിടന്നിട്ടാണോ? അല്ല. NDF-ഉം സിമിയും ഒക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നതും രക്തദാഹികളായി പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നതും പട്ടിണി കിടന്നിട്ടാ? ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ? അല്ല. മനുഷ്യനെ വേർതിരിച്ചു പഠിക്കുമ്പോഴാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നന്മയെക്കുറിച്ചുള്ള ചർച്ചകളിൽ എന്തിന് മനുഷ്യർ നന്മ ചെയ്യണം, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ, എന്തിന് കൊലപാതകം നടത്തണം, എന്തിന് കൊലപാതകം നടത്തിക്കൂടാ, എന്തിന് അഴിമതി നടത്താതിരിക്കണം, എന്തിന് അഴിമതി നടത്തിക്കൂടാ, ആളുകളുടെ ചോദ്യമാണ്. അപ്പൊ നന്മ എന്ന് പറയുന്നതും തിന്മ എന്ന് പറയുന്നതും മനുഷ്യ ജീവിതത്തിൽ വളരെയേറെ രൂഢമൂലമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ നേച്ചറാണത്, മനുഷ്യന്റെ പ്രകൃതമാണ്. നന്മയോട് അവന് ഇഷ്ടമാണ്, തിന്മയോട് അവന് വിരോധമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ പൊതുവേ ഉള്ള ഒരു രീതി ഞാൻ പറയാം. എന്റെ പെങ്ങൾക്ക് ഒരാൾ സ്ത്രീധനം ചോദിക്കുന്നത് ഞാൻ വെറുക്കുന്നു. എന്റെ പെങ്ങളുടെ ഭർത്താവായി വരുന്ന എന്റെ അളിയനെ എന്റെ പിതാവിന്റെ മരുമകൻ സ്ത്രീധനം ചോദിച്ചാൽ അയാൾ സ്ത്രീധനം ചോദിച്ചിരിക്കുന്നു നമ്മൾ പറയും. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ സ്ത്രീധനം ചോദിക്കുകയും ചെയ്യുന്നു. എന്തൊരു പുതുമ! നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പെങ്ങളെ ഒരാൾ പ്രേമിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അതേ നമ്മൾ മറ്റൊരുത്തന്റെ പെങ്ങളെ പ്രേമിക്കുന്നു. ലോകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം എന്ന് എനിക്കറിയില്ല. നമ്മുടെ പെങ്ങൾക്ക് സ്ത്രീധനം വാങ്ങിയ ഒരു അളിയനെ നമ്മൾ മോശമായി കാണും, അതേ നമ്മൾ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവൻ നമ്മളെ എങ്ങനെ കാണണം? നമ്മൾ അവനെ എങ്ങനെ കണ്ടുവോ അങ്ങനെ അവൻ നമ്മളെയും കാണും, അല്ലേ? മനുഷ്യരെങ്ങനെയാണ്? മനുഷ്യന്റെ പ്രകൃതം എങ്ങനെയാണ്? മനുഷ്യൻ പലപ്പോഴും അവന്റെ നേരെ വരുന്നതിനെ, അവനെയുമായി ബന്ധപ്പെടുന്നതിനെ പലപ്പോഴും ആ നിലക്ക് വിലയിരുത്തിയിട്ടില്ല. അല്ലാത്തതിനെയൊക്കെ, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തിന്മ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്നതോ? ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ആളെ നോക്കി തരം തോക്കി നന്മ തിന്മകൾ വേർതിരിക്കുന്ന ദയനീയമായ ഒരു പരിണിതി ഇന്നത്തെ ലോകഘടനയ്ക്കുണ്ട്. ഒരു പാർട്ടിക്കാരൻ ചെയ്യുന്ന തെറ്റ് മറു പാർട്ടിക്കാരൻ ചെയ്താൽ അത് രാജ്യദ്രോഹമായി ചിത്രീകരിക്കപ്പെടും. അതേ തെറ്റ് മറ്റൊരു കൂട്ടർ ചെയ്താലോ? അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകവ്യാപകമായ തിന്മ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഈ അച്ചുതണ്ടുകൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ. പക്ഷേ ഒരു ലോകത്ത് മുഴുവനും എന്താ പറയുന്നത്? അറബ് രാജ്യങ്ങൾ മുഴുവനും ഭീകരവാദ രാജ്യമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ലോകത്തിന്റെ മുമ്പിൽ ലോക പോലീസായി ഞെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തിന്മ വ്യാപകമായി. ലോകം ബോംബ് കാണാത്ത കാലം, ആറ്റം ബോംബ് ഈ ഭൂമുഖത്ത് പതിക്കാത്ത കാലം, ആദ്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന് ഭൂമുഖത്തേക്ക് തുപ്പിയതാര? അമേരിക്കയാണ്. 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബോംബാക്രമണം. അതിന് നേതൃത്വം നൽകിയത് അമേരിക്കയാണ്. ഇന്നോ ഇറാഖിന്റെയും ഇറാനിന്റെയും പലസ്തീനിന്റെയും ചെച്നിയയുടെയും ബോസ്നിയയുടെയും കോസോവോയുടെയും ലബനാനിന്റെയും വിയറ്റ്നാമിന്റെയും മണ്ണിൽ, അഫ്ഗാനിസ്ഥാനിന്റെ മണ്ണിൽ കൊണ്ടുപോയി ബോംബുകൾ തുപ്പി ആനന്ദിച്ച രാജ്യമേതാ? അത് അമേരിക്കയാണ്. എല്ലാവർക്കും അറിയാം. അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും തിരുത്തുന്നു. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയെ കുറ്റം പറയുകയും ചെയ്യുന്നു. ഇവരാര് ചെയ്യുന്നതാണ്? ഇവിടെയാണ് ഏത് നന്മ ഏത് തിന്മ എന്നതിന്റെ മാനദണ്ഡം. തിന്മ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, ആര് ചെയ്താലും തിന്മ തിന്മയായി കാണാൻ കഴിയുക. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും മതസമൂഹത്തിനും പലപ്പോഴും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ? നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും കൃത്യമായ അറിവ് നൽകിയ ഒരു പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള ബോധമില്ലായ്മ ഏത് സമൂഹത്തിനും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നന്മ, അപ്പൊ നിങ്ങൾ നോക്കൂ, നബിദിന റാലി നന്മയായി കാണുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനമാണ്. എന്നാൽ ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത് തിന്മയായിട്ടാണ്. നബിദിന റാലി എന്ന് പറയുന്നതിനെ സുന്നി പണ്ഡിതന്മാർ പോലും തിന്മയായി, മനുഷ്യ സമൂഹത്തിന് ഉപദ്രവമായി എഴുതുന്നു, കാണുന്നു, വിലയിരുത്തുന്നു.
പക്ഷേ സുന്നി സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ദിവസം റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾ കാണാനിരിക്കുന്നു അടുത്ത ദിവസം. റോഡ് ബ്ലോക്ക് ചെയ്യൽ ഒരു തിന്മയാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണ്. എല്ലാവർക്കും അറിയാതെ ഫ്രീഡം പരേഡ് നടത്തുന്നു. നമ്മൾ ഫ്രീഡം പരേഡ്, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക, നീതിയുടെ പോരാളിയാവുക എന്ന മുദ്രാവാക്യം. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? ഈ രാജ്യത്ത് ഈ ഹൈവേയിൽ ഈ റോഡ് 2.5 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നു നീതിയുടെ പോരാളിയാവുക, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക. ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയും ആയിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ നടത്തുന്നത് ഫ്രീഡം പരേഡാണ്. ഫ്രീഡം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഫ്രീഡം എന്ന പദത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. ഏതൊക്കെ സ്വാതന്ത്ര്യം? വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, യഥേഷ്ടം വഴിയിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവലം കിട്ടുകൊണ്ടാണ് NDF-കാരൻ ഫ്രീഡം പരേഡ് നടത്തുന്നത്. അവൻ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വാതന്ത്ര്യം എന്നത് പൗരന്റെ യാത്രാ സ്വാതന്ത്ര്യം, അത് പ്രധാനമായൊരു കാര്യമാണ്. ആ യാത്രാ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ട് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്യുന്നവന് പറയുന്നത് എന്താ? അവൻ ചെയ്യുന്നത് നന്മയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇസ്ലാമിനൊരു പൊതുരീതിയുണ്ട്. നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന നന്മയിൽ അധിഷ്ഠിതമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടായിരിക്കണം. സമുന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തിന്മയിൽ അധിഷ്ഠിതമായ ഒരു മാർഗം അവലംബിക്കുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പണമുണ്ടാക്കണം. അയാൾ ആ പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട രോഗികളെ, കഷ്ടപ്പെടുന്ന രോഗികളെ ശുശ്രൂഷിക്കാനാണ്. പക്ഷെ അയാൾ മോഷണം ചെയ്യുന്നു, അയാൾ മോഷ്ടിക്കുന്നു, വലിയ വലിയ കോടീശ്വരന്മാരുടെ വീടുകളിൽ കയറി അവരുടെ ഷെൽഫുകൾ കുത്തിത്തുരന്ന് പണം അപഹരിക്കുന്നു. ചരിത്രത്തിലും എത്തിക്സിലും ലോകത്തിന്റെ നീതി പീഠങ്ങളിലും നീതിയുടെ വ്യവസ്ഥയിലും അയാൾ കുറ്റവാളി തന്നെയാണ്, അയാൾ കള്ളനാണ്.